സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ ഒരു ലോക്കൽ ട്രെയിനിൽ പ്രസംഗിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ നമ്മൾ ആസാദിയുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പിന്നെയും മറ്റൊരു വീഡിയോ, അതായത് അന്തേരി സ്റ്റേഷനിൽ നിന്നുള്ള ഒരു വീഡിയോ വളരെ വൈറലാകുകയാണ്. അത് വിവാദമായി തീർന്നിരിക്കുകയാണ്. ഈ വീഡിയോ ഒരു എൽഡർലി ആയിട്ടുള്ള അല്പം പ്രായം ചെന്ന ഒരു വ്യക്തി സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ബെഞ്ചിലിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വീഡിയോ ആണ്. ഇത് കൺവേർഷനാണ്. പരസ്യമായി അന്തേരി സ്റ്റേഷനിൽ വെച്ച് കൺവേർഷൻ നടക്കുന്നു എന്ന വിധത്തിൽ ആ വീഡിയോ പ്രചരിക്കുവാനിടയായി തീർന്നു. കുറച്ചൊന്നുമല്ല, ഒത്തിരി മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഈ കൺവേർഷൻ്റെ വിഷയത്തെ വളരെയധികം മുൻപോട്ട് കൊണ്ടുവരുന്ന മാധ്യമങ്ങളൊക്കെ ഈ വീഡിയോ അങ്ങ് വൈറലാക്കി. എന്നാൽ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണ്? ഈ വ്യക്തി, പ്രാർത്ഥിച്ച വ്യക്തി ക്രിസ്ത്യാനിയാണോ? ഇവിടെ ഒരു കൺവേർഷൻ ശ്രമമാണോ നടന്നത് എന്നൊന്നും ആരും അന്വേഷിക്കുവാൻ ആദ്യം തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ വീഡിയോ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ഈ വീഡിയോ എടുത്ത ആൾ ഒരു യാത്രക്കാരനാണ്. ട്രെയിൻ ഇറങ്ങി വന്നപ്പോൾ അയാൾ ഇത് കണ്ടപ്പോൾ അയാൾ വീഡിയോ എടുത്തു. എന്നിട്ട് ഈ വയോധികനാകുന്ന മനുഷ്യനുമായിട്ട് ആർഗ്യൂ ചെയ്യുന്നു. ആ സമയത്ത് ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയുള്ള മതപരമാകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആർഗ്യുമെൻ്റ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ ഒരു ഹിന്ദുവാണ്. അപ്പോൾ എന്നിട്ടും ഈ ആൾ കേൾക്കാൻ തയ്യാറല്ല. നീ ഹിന്ദു ആയിരിക്കാം, പക്ഷേ നീ ഇപ്പോൾ ചെയ്യുന്നത് ക്രിസ്ത്യൻസ് ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ട് നീ കൺവേർഷന് ശ്രമിക്കുകയാണെന്നുള്ള തരത്തിലാണ് ആ വീഡിയോ പ്രചരിക്കുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ പിന്നീട് റെയിൽവേ പോലീസ് ആ വീഡിയോ കണ്ടിട്ട് അവർ സ്വയമായിട്ട് തന്നെ ആ വീഡിയോയുടെ വിഷയത്തിൽ കേസെടുത്തു, അന്വേഷണങ്ങൾ നടത്തി. റെയിൽവേ പോലീസ് ഈ പെൺകുട്ടിയെയും ഈ വയോധികനായ മനുഷ്യനെയും കണ്ടെത്തി. അപ്പോഴാണ് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ലോകത്തിന് മുമ്പിൽ അറിയുന്നത്. ഇവർ രണ്ടുപേരും വിശ്വാസികളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല. ജെയിൻ മതത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രായമുള്ള മനുഷ്യനും ഒരു പെൺകുട്ടിയുമാണ്. ഇവർക്ക് നേരത്തെ തന്നെ പരിചയമുള്ളവരാണ്. അല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ട ആളുകളൊന്നുമല്ല, നേരത്തെ തന്നെ പരിചയമുള്ളവരാണ്. ഇപ്പോൾ റെയിൽവേ പോലീസ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് അവിടെ കൺവേർഷൻ ശ്രമങ്ങളൊന്നുമല്ല നടന്നത്. അവിടെ സത്യത്തിൽ സംഭവിച്ചത് ഈ മനുഷ്യൻ, ഈ വയോധികനാകുന്ന മനുഷ്യൻ, ഇയാൾ ഒരു ജപ്പാനീസ് മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ്. ഈ പെൺകുട്ടി പലപ്പോഴും ഇയാളിൽ നിന്ന് ഈ മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അയാൾ സ്റ്റേഷനിൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടപ്പോൾ മെഡിറ്റേഷൻ്റെ ചില കാര്യങ്ങൾ ആ പെണ്ണുമായിട്ട് സംസാരിച്ച് അങ്ങനെ അവൾക്ക് വേണ്ടി അതിൻ്റെ ഗൈഡൻസ് കൊടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഹിന്ദുവാണ്, ജെയിൻ ഹിന്ദുവാണ്. അതുപോലെ തന്നെ ഈ മനുഷ്യനും ക്രിസ്ത്യനൊന്നുമല്ല. പക്ഷേ ആരോപിക്കപ്പെട്ടത് കൺവേർഷൻ എന്നാണ്. അപ്പോൾ എന്തിനാണ് പാഠഭേദത്തിലൂടെ ഇത് പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഒരു കൺവേർഷനെക്കുറിച്ച് ഒരു ഹോബിയ, ഒരു ഭയം തന്നെ പരന്നിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ തൊടുന്നതിനും പിടിക്കുന്നതും എല്ലാം കൺവേർഷൻ എന്ന് പറഞ്ഞങ്ങ് ബഹളം വെക്കുകയാണ്. ആരെങ്കിലും ഇനിയും വഴി കൂടെ ഒരു വേദപുസ്തകം പിടിച്ചുകൊണ്ട് പോയാൽ, അതായത് രാവിലെ നമ്മൾ സഭായോഗത്തിന് പോകുമ്പോൾ വേദപുസ്തകം പിടിച്ചുകൊണ്ട് പോയാൽ, കൺവേർഷൻ ചെയ്യാൻ ആൾ പോകുന്നതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് ആളുകൾക്ക് വന്നിട്ട് ആർഗ്യൂ ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഞാൻ മുംബൈ പട്ടണത്തിൽ ആദ്യമായിട്ട് വരുമ്പോൾ, ഇന്നേക്ക് ഒരു 27 വർഷങ്ങൾക്ക് മുമ്പേ ആദ്യത്തെ ഞായറാഴ്ച സഭായോഗത്തിന് പോകുമ്പോൾ അന്ന് എന്നോട് ആരോട് പറഞ്ഞു, ഇവിടെ സാധാരണ എങ്ങനെ ആരും ബൈബിള് തുറന്നു പിടിക്കാറില്ല, ബൈബിൾ കവറിൽ വല്ലതും ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു. പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ബൈബിൾ തുറന്നേ പിടിക്കൂ, അതുകൊണ്ട് എന്ത് ഭവിഷ്യത്തും ഉണ്ടായിക്കൊള്ളട്ടെ. 27 വർഷമായിട്ട് ഞാൻ മുംബൈയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ബൈബിൾ തുറന്നതിനെ പിടിച്ചാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ട്രെയിനുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ബൈബിളാണെന്ന് തിരിച്ചറിഞ്ഞ് പലരും എന്നോട് പരിചയപ്പെടുകയും അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലൊക്കെ വന്ന ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 27 വർഷമായിട്ടും നീ എന്തിനാണ് ഈ ബൈബിൾ തുറന്ന് പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊന്നും ചോദ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ഭയം പരക്കുകയാണെങ്കിൽ, കൺവേർഷൻ ഫോബിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. കൺവേർഷൻ ഫോബിയ. ഇപ്പോൾ ആളുകൾക്കങ്ങ് പേടിയാണ്, എന്നെ കൺവേർട്ട് ചെയ്ത് കളയുമോ എന്നുള്ളൊരു പേടി. ആരെങ്കിലും ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൺവേർഷൻ നടക്കുന്നു എന്നുള്ളൊരു വലിയ ഫോബിയ അങ്ങ് പരന്നിരിക്കുകയാണ്. ആരെങ്കിലും ഒരു പ്രാർത്ഥന നടത്തിയാൽ ഇവിടെ കൺവേർഷൻ നടക്കുന്നു. ഒരു പെൺകുട്ടി ജപ്പാനീസ് മെഡിറ്റേഷനാണ് ഈ അപ്പച്ചൻ പഠിപ്പിച്ചത്, പക്ഷേ അന്നേരവും വീഡിയോ എടുത്തിട്ട് കൺവേർഷൻ നടക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഒരു വലിയ ഭയം
ഈ പറഞ്ഞ ആളുകളുടെ ഇടയിൽ പ്രചരിക്കുകയാണ്. ഈ ഭയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭയം പരത്തിയ ചില ആളുകളുണ്ട്. അതായത് അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരം ഭയം പരത്തുന്ന ആളുകളുണ്ട്. പക്ഷേ അതിൻ്റെ വിക്ടിംസാണ് സത്യത്തിൽ ഈ വീഡിയോ എടുത്തവരെ പോലെയുള്ള ആളുകൾ. അത്തരത്തിലുള്ള പല ഫോബിയായും ഇപ്പോൾ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈ പട്ടണം അതിൻ്റെ കോസ്മോപൊളിറ്റൻ ഒരു സ്വഭാവത്തിന് വളരെ പ്രസിദ്ധമാകുന്ന പട്ടണമാണ്. ഇവിടെ ഏത് മതക്കാരനോ ഏത് ഭാഷക്കാരനോ ഒക്കെ സാഹോദര്യത്തോടു കൂടെ കഴിയാൻ കഴിയുന്ന ഒരു പട്ടണമാണ് മുംബൈ പട്ടണം. പക്ഷേ ഇപ്പോൾ ഈ തുടർമാനമായി കാണുന്ന സംഭവങ്ങൾ ആ ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവമൊക്കെ മാറിപ്പോയോ എന്ന് ചിന്തിക്കത്തക്കവണ്ണം, നമ്മളെ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യത്തക്കവണ്ണം കാരണമായിത്തീരുന്നു. കഴിഞ്ഞ ദിവസം കേട്ട മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, ട്രെയിനിൻ്റെ അകത്ത് വെച്ച് തന്നെ ഒരു ചെറുക്കൻ അവൻ ഹിന്ദി പറഞ്ഞു എന്ന പേരിൽ അവനെ അടിച്ചു. അവനെ മറാഠികളായിട്ടുള്ള ആളുകൾ എന്ന് ക്ലെയിം ചെയ്യുന്ന ആളുകൾ നീ എന്തിനാ ഹിന്ദി പറയുന്നതെന്ന് ചോദിച്ചു അവനെ അടിച്ചു. പക്ഷേ ആ ചെറുക്കൻ അവൻ പറയുന്നുണ്ട് ഞാനും മറാഠിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ അപ്പച്ചൻ പറഞ്ഞല്ലോ ഞാനും ഹിന്ദുവാണ് എന്ന് ഈ അപ്പച്ചൻ പറയുന്നില്ല. അതുപോലെ ഈ ചെറുക്കനും പറയുന്നുണ്ട് ഞാനും മറാഠിയാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവരവനെ അടിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ആ ചെറുക്കന് ആത്മഹത്യ ചെയ്തു. അതായത് അവനുണ്ടായ അപമാനഭാരത്താൽ അവൻ ആത്മഹത്യ ചെയ്തു. അതൊരു വലിയ വിവാദമായിട്ട് ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അവൻ്റെ പേരൻസൊക്കെ കേസ് കൊടുക്കുകയും ഇതിൻ്റെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ വന്ന് സംസാരിക്കുകയും ചെയ്തു. നല്ല മറാഠി സംസാരിക്കുന്ന പ്യുവർ മറാഠി ഫാമിലിയിലെ ഒരു പയ്യനാണ് ഇങ്ങനെ ഒരു അനർത്ഥമുണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫോബിയകൾ, ഭയങ്ങളൊക്കെ ഇങ്ങനെ കത്തിച്ചു വിടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും ഇതിൻ്റെ വിക്ടിമായി തീരുന്നത് ആരാണോ ഭയം ഇങ്ങനെ കത്തിച്ചു വിടുന്നത് അവർ തന്നെയാണ്. ഇപ്പോൾ ഈ അപ്പച്ചനെതിരെ പ്രശ്നമുണ്ടായി അല്ലേ, ഈ പറഞ്ഞ എൽഡർലി ആയിട്ടുള്ള ആ ഒരു ജൈനമതക്കാരനായ ആളിനെതിരെ പ്രശ്നമുണ്ടായി. അയാൾ കൺവേർഷനൊന്നും ചെയ്തതല്ല, പക്ഷേ അതിൻ്റെ ആ ഭയം കൊണ്ട് അതിൻ്റെ ദുരിതം അനുഭവിച്ചത് ആ അപ്പച്ചനും ഈ പെൺകുട്ടിയുമാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പം കേസ് കൊടുത്തിരിക്കുക കേട്ടോ. ഈ പെൺകുട്ടി ഇപ്പം ഡിഫമേഷന് കേസ് കൊടുത്തിരിക്കുക. അവളുടെ വീഡിയോ വൈറലാക്കി എന്ന് പറഞ്ഞ് അവളുടെ വീഡിയോ, അവളുടെ മുഖം ചിത്രീകരിച്ചു, അവളുടെ അനുവാദം കൂടാതെ മുഖം ചിത്രീകരിച്ചെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആവേശം മൂത്ത സംഖ്യയെന്ന് ഞാൻ വിളിച്ചോട്ടെ, ഈ പറഞ്ഞ ആവേശം മൂത്ത സംഖ്യക്കെതിരെ, ഈ ഫോബിയ പിടിച്ച സംഖ്യക്കെതിരെ ആ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുകയാണ്. ഡിഫമേഷൻ കേസ്, മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും ക്രിസ്ത്യൻ ബന്ധമുള്ള ആളുകളാണെങ്കിൽ ഓക്കെ പോകട്ടെന്ന് പറയാം. ആ മനുഷ്യൻ പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രെയർ ക്രിസ്ത്യാനികളുടേതാണ്. നീ ഹിന്ദു ആണെങ്കിലും നീ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് കാര്യമാണ് ചെയ്യുന്നത്. നിനക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇവളെ എന്തിനാണ് നീ മതം മാറ്റാൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരന് ഈ ഒരു വീഡിയോയിലൂടെ ചോദിക്കുന്നത്. ഇതൊരു വളരെ എന്താ പറഞ്ഞ പതറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഹിന്ദുക്കളുടെ പോലും ഒരു എന്താ പറഞ്ഞ ജീവിതത്തിലേക്ക് കൺവേർഷൻ്റെ പേരിൽ കടന്നു കയറി ആക്രമിക്കുന്ന സ്വഭാവങ്ങൾ, ഒരു തെറ്റിദ്ധാരണ, അവർ ക്രിസ്ത്യാനികളാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ, പ്രാർത്ഥിച്ചെന്നുള്ള തെറ്റിദ്ധാരണ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മുംബൈ പട്ടണത്തിൽ, മുംബൈയിലെ ട്രെയിനുകളിലൊക്കെ ഈ ബോഗികളിൽ കൂട്ടമായിട്ട് ഹിന്ദു ഭജനൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. കൂട്ടമായിട്ട് അവർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒന്നിച്ച് ഇങ്ങനെ താളമൊക്കെ പിടിച്ച് ഇൻസ്ട്രുമെൻ്റൊക്കെ കൊട്ടി ഹിന്ദു ഭജൻ നടത്തുകയും പിന്നെ അതിനുശേഷം ഒരു പ്രസാദം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മുംബൈ പിന്നെ ട്രെയിനിൽ തന്നെയുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ മുംബൈയുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഭഗവത്ഗീതയൊക്കെ വിൽക്കാനിരിക്കുന്ന ഇസ്കോണിൻ്റെ ഹരേ രാമ ഹരേ കൃഷ്ണ മിഷൻ്റെ ആളുകളുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ ഏതോ ഒരു അപ്പച്ചൻ ജപ്പാനീസ് മെഡിറ്റേഷൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചനും പെൺകുട്ടിക്കുമെതിരെ വലിയ വീഡിയോ ഉണ്ടാക്കേണ്ട താമസം അത് വൈറലായി. കാരണം കൺവേർഷൻ എന്ന് പറയുന്ന ആ വിഷയം ഇപ്പോൾ ഇത്രയധികം കത്തിച്ചു വിടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമ്മളി പറ്റി എന്നുള്ളത് പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അമ്മളി പറ്റി എന്നുള്ളത്. എനിക്കറിയില്ല ഇനിയും ഈ പറഞ്ഞ വീഡിയോ എടുത്ത ആളിനെയൊക്കെ എന്തെങ്കിലും നടപടി എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. അതോ ഈ കേസൊക്കെ ഒതുക്കി തീർത്ത് പോകുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും പലതരത്തിലുള്ള ഫോബിയകളുടെ കൂട്ടത്തിൽ കൺവേർഷൻ ഫോബിയ എന്ന് പറയുന്ന ഒരു പുതിയ ഫോബിയയെ കൂടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളൊരു ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.